ഹലോ SLC മക്കളെ, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഒരു ബെസ്റ്റ് പ്ലാൻ വേണം അല്ലേ സർ? ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് വേണം. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കാം. കുറേ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനെക്കാളും നല്ല ബുദ്ധിപൂർവ്വം പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം നല്ല മാർക്ക് കിട്ടാം. അപ്പം ആദ്യം ടൈം ടേബിൾ കാണാത്തൊരു ടൈം ടേബിളൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ആദ്യം മാത്സ്, പിന്നെ ഇംഗ്ലീഷ് ഓരോരോ ദിവസം വിട്ടിട്ടാണ്. ഓക്കെ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ സാറ്റർഡേ, സൺഡേ ലീവ്. അത് കഴിഞ്ഞിട്ട് മൺഡേ നിങ്ങൾക്ക് ഹിന്ദി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ ഹിന്ദി, ബയോളജി ആണ് ഒരുമിച്ച്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നല്ല ടൈം ടേബിൾ ആണോ, മോശം ടൈം ടേബിൾ ആണോ, കഷ്ടമാണോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് കമൻസ് അറിയിക്കാം. കഴിഞ്ഞല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ബെസ്റ്റ് പ്ലാൻ വേണം. നിങ്ങൾക്ക് ടൈം ടേബിൾ എന്താണെന്ന് കണ്ടു, നിങ്ങളുടെ തോട്ട്സ് കമൻസ് അറിയിച്ചു. ഇനി ബെസ്റ്റ് പ്ലാനൊക്കെ നമ്മളെല്ലാം സെറ്റാക്കി തരും. എവിടെ? നിങ്ങൾ ഈ ചാനലിൽ എടുക്കുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാകും, കമൻസിൽ പിന്നീട് ലിങ്ക് ഉണ്ടാകും. ഈ SSLC ക്രിസ്മസ് 5 ദിവസം കൊണ്ട് എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ള കാര്യം വെച്ചിട്ട്. ഓക്കെ, ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഫുൾ മാർക്ക് മേടിക്കാമെന്ന്. ഓക്കെ, ഫുൾ A+ ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് ക്രിസ്മസ് എക്സാമിൽ പഠിച്ചു തീർക്കുക. ഓണം എക്സാം കഴിഞ്ഞു, നമുക്കിനി അത് വിഷയമല്ല. നമ്മൾ ഇനി ക്രിസ്മസ് എക്സാം മാക്സിമം മാർക്സ് മേടിക്കുക. എന്നാണ്? നിങ്ങൾക്ക് സൺഡേ 7:30 എല്ലാവരും വരിക. ഫ്രണ്ട്സിനെ കൂട്ടി വരിക, ഫ്രണ്ട്സിനെ കൂട്ടാണ്ട് വരിക. എല്ലാവരും വന്നിരിക്കണം. കാരണം നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മക്കളെ, നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എവിടെയാണ് ടേൺ ആവുന്നത്? അത് ഇതാ, ക്രിസ്മസ് എക്സാമിലാണ്. ഫൈനൽ എക്സാമിലല്ല ടേൺ ആവുക, ഇപ്പോഴാണ് ടേൺ ആവുക. അപ്പോൾ ഇപ്പം നമ്മൾ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഡേ 7:30 വരണം. നമ്മൾ പറഞ്ഞുതരും ഏത് ദിവസം എന്ത് പഠിക്കണം. നിങ്ങളെക്കാട്ടും നന്നായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ എക്സാം പാറ്റേൺ അറിയുന്നത് ഞങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുതരും ഏത് ദിവസം എന്ത് പഠിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്ന ടൈം ടേബിൾ. ഒബ്വിയസ്ലി ഇത് പെർഫെക്റ്റ് ടൈം ടേബിൾ അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല. ഇത് വെറുതെ നിങ്ങളുടെ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈം ടേബിളാണ്. പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല, ദിവസങ്ങൾ കുറവല്ലേ. 30 ദിവസമൊന്നും ഇല്ലല്ലോ ഇവർക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി തരാൻ. ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നല്ലതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്സ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, പേടിക്കണ്ട. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു വരാം. ഇംഗ്ലീഷിന് വലിയ കുഴപ്പമില്ല, ഒരു രാത്രി മതി. നേരത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഗ്രാമർ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം റിവൈസ് ചെയ്ത് ഇംഗ്ലീഷ് കിട്ടും. ലാംഗ്വേജ് 1 മലയാളം 2 അത് മാത്രം നിങ്ങൾ ചിലപ്പം മലയാളം 2 നിങ്ങൾ അത്യാവശ്യം വായിച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണ്, പിന്നെ പ്രശ്നമില്ല. ലാംഗ്വേജ് 1 ലൈവ് ഉണ്ടാവും. ഓക്കെ, സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി നിങ്ങൾ സോഷ്യൽ പഠിക്കില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ഹിന്ദിയും നിങ്ങൾ അടുത്ത് കാണുന്ന അതാണ് ആദ്യം നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യും അല്ലേ. ഹിന്ദിയും ബയോളജിയും പഠിക്കും, കുറച്ച് ഫിസിക്സും പഠിക്കും. അപ്പോൾ ഹിന്ദിയും ബയോളജിയും പഠിച്ച് ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി ഇപ്പോൾ എന്ത് ചെയ്യും? സോഷ്യൽ എന്ത് ചെയ്യും? അതിനുള്ള മൊത്തം പ്ലാനായിട്ട് വരുന്നുണ്ട്. എന്നാണ്? സൺഡേ വൈകുന്നേരം 7:30 എല്ലാവരും ഉണ്ടായിരിക്കണം. അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ 5 days അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ചാലഞ്ച് എല്ലാം ഉണ്ടാവും. നിങ്ങൾ വന്നിരിക്കണം. 5 ദിവസം നമ്മൾ സെറ്റാക്കി പഠിക്കും. ക്രിസ്മസ് എക്സാം A+ മേടിക്കും. ക്രിസ്മസ് എക്സാം A+ മേടിച്ചിരിക്കുന്നു ഉറപ്പിക്കുക. ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരാം. 7:30 ഇത് ഇപ്പം തന്നെ പോയിട്ട് നോട്ടിഫൈ മീ ചെയ്തൊക്കെ ലൈക്ക് അടിച്ച് വെക്കാം. ഓക്കെ, സി യു ഓൺ സൺഡേ 7:30.